എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്നത് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വരെ നോക്കേണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനായി ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള എത്തിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഈ വീഡിയോ കാണുന്നതൊന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിലേക്ക് വരെ എന്തെങ്കിലും കമന്റ് ചെയ്യുക, ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കുറഞ്ഞ പക്ഷം കമന്റ് ആയിട്ട് ചെയ്യുക. കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയങ്കരനായ ജനപ്രിയ നടൻ ദിലീപിന്റെ പുതിയൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞാണ് പടത്തിന്റെ പേര് വരുന്നത്. ഈ പടത്തിന്റെ റിലീസിന് മുമ്പ് തന്നെ ഈ പടത്തിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ലെസ്റ്റിൻ സ്റ്റീഫൻ വന്നിട്ട് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രമുഖ നടൻ ചെയ്തത് ശരിയായില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നിവിൻ പോളി ഇതിനകത്ത് വലിച്ചിട്ട് കുറെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. ആ വഴിക്ക് ആ പടം നല്ല രീതിയിൽ ഒരു പ്രൊമോഷൻ നേടി. ഇപ്പോൾ ആ പടം റിലീസായ സമയത്ത് ഒരുപാട് റിവ്യൂ പറയുന്ന ആളുകൾ നെഗറ്റീവായിട്ട് റിവ്യൂ പറഞ്ഞു, കുറച്ച് ആളുകൾ പോസിറ്റീവായിട്ട് റിവ്യൂ പറഞ്ഞു. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായി. ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ലെസ്റ്റിൻ സ്റ്റീഫൻ വീണ്ടും വന്നിട്ട് മറ്റൊരു പ്രസ്താവന നടത്തി. നമുക്കപ്പോൾ ലെസ്റ്റിൻ സ്റ്റീഫൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒന്നേം തന്നെ കേട്ടു തുടങ്ങാം. റൈറ്റർക്കൊക്കെ ഒരു സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഞങ്ങള് കടന്നിങ്ങനെ ഭയങ്കര കഷ്ടപ്പെടുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില റിവ്യൂസും പരിപാടികളെല്ലാം പടത്തിന് വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി ചെയ്യുന്നു. അതിനെല്ലാം ബീറ്റ് ചെയ്തുകൊണ്ടിട്ട് ജനങ്ങൾ തരുന്ന ഒരു സന്തോഷം. ഞങ്ങൾ ഈ തിയേറ്ററുകളെല്ലാം ചെല്ലുമ്പോൾ എല്ലാ ഹൗസ്ഫുൾ എല്ലാവരും ചിരിക്കുകയാണ്. പുറത്തു വരുന്നൊരു റിവ്യൂസ് അല്ലെങ്കിൽ ചിലർ പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യുന്നു. ഞാൻ എത്രയോ സിനിമകൾ ചെയ്തേക്കുന്നു, എത്രയോ ഹിറ്റുകൾ കണ്ടേക്കുന്നു, എത്രയോ ഫ്ലോപ്പുകൾ കണ്ടേക്കുന്നു. അപ്പം ഫ്ലോപ്പും ഹിറ്റും എന്നൊക്കെ പറയുന്നത് ഒരു സിനിമ ജീവിതത്തിൽ അല്ലെ ഒരു സിനിമയെ സംബന്ധിച്ച് അത് അതിന്റെ ഘടകമാണ്, അതിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളും എത്രയോ സിനിമകളും അഭിനയിക്കുന്നു, അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് ഹിറ്റും ഫ്ലോപ്പും എന്ന് പറയുന്ന കാര്യത്തിൽ. ഈ സിനിമ എന്ന് പറയുന്നത് ജനങ്ങളെല്ലാം വളരെയധികം സന്തോഷിക്കുന്നു. ഇപ്പൊ എല്ലാ തരം സിനിമകളും ജനങ്ങൾ ഇപ്പൊ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കണക്ട് ആവണമെന്നില്ല. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഏത് സിനിമയാണെങ്കിലും 100 കോടി ജനങ്ങളാണ് ഉള്ളതെങ്കിൽ 100 കോടി ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സിനിമ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതായത് പുള്ളി പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമായിട്ടൊരു കാര്യമാണ്. ഒരു സിനിമയോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു പ്രോഡക്റ്റോ ഒരു സർവീസോ നമ്മുടെ ഈ ഭൂലോകത്തുള്ള ഒരു സാധനത്തിനും 100% ആളുകളെയും തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് യാഥാർത്ഥ്യമായ ഒരു കാര്യമല്ല. ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് ഇഷ്ടപ്പെടും, ഒരു വിഭാഗം ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല. വളരെ മോശം എന്ന് പറയുന്ന സിനിമ പോലും ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും, വളരെ നല്ല സിനിമ എന്ന് പറയുന്ന സിനിമകൾ പോലും ചില ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ പല ആളുകളും പറയുന്ന റിവ്യൂ, ഇപ്പോൾ റിവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു മൂവി റിവ്യൂ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിട്ട് നിൽക്കുകയാണ്. ഇതിന് റിവ്യൂ ബോംബിംഗ് എന്ന് വരെ അറിയപ്പെടുന്നുണ്ട്. ഈ അശ്വന്ത് കോക്കിനെയാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത്. അശ്വന്ത് കോക്കിന്റെ പേരെടുത്ത് തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. പുള്ളിക്ക് പറയാനുള്ള നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. അപ്പോൾ ഒരു പടം നന്നാവാം ചീത്തയാവാം, അത് ഓരോ ആൾക്കാരുടെയും ആസ്വാദന ശേഷി അനുസരിച്ചിരിക്കും ആ പടം നമുക്ക് ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം. ഞാൻ കണ്ടിട്ടില്ല, സോ എനിക്കിത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. കുടുംബ സിനിമയാണ്. കുടുംബത്തിലുള്ള ഒരു 3 പിള്ളേരുള്ള ഒരു ഫാമിലിയുള്ള ഒരു അപ്പനമ്മ, അങ്ങനെ ഒരു ചെറു കുടുംബത്തിലുള്ള അവരുടെ കഥ പറയുന്ന സിനിമയാണ്. അപ്പം ഒരു നല്ലതായിട്ട് കുടുംബത്തെ സ്നേഹിക്കുകയും ചെറിയ കഷ്ടപ്പാടുകളും ചെറിയ സഹനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഭാരവും ഒക്കെ ഉള്ള ഫാമിലികളെ സംബന്ധിച്ച് ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്ട് ആവും. അല്ലാത്തവരെ സംബന്ധിച്ച് ഇതൊന്നും ഇല്ലാത്തവർക്ക് എത്രത്തോളം കണക്ട് ആവുമെന്ന് എനിക്കും അറിയില്ല. ഇത് ഉള്ളവരെ സംബന്ധിച്ച് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആവും. കുടുംബമുള്ളവന് കണക്ട് ആവുന്നതാണോ അതോ ഈ അവസ്ഥകളുള്ളവന് കണക്ട് ആവുന്നതാണോ, ഏതാ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. എന്നിരുന്നാലും പുള്ളി തന്നെ പറയുന്നുണ്ട് ഇതിന്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് കുടുംബമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ കുടുംബമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇത് വലിയ രീതിയിൽ കണക്ട് ആവും. അപ്പോൾ സിംഗിളായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കുടുംബമായിട്ട് അത്ര അടുത്ത ബന്ധമില്ലാത്ത ആളുകൾക്ക് ഈ വീഡിയോസ് ഈ സിനിമ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള സാധ്യത ഉണ്ട്. വീഡിയോ അല്ല കേട്ടോ, സിനിമ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു സാധ്യതയും നമ്മളതിൽ തള്ളിക്കളയാൻ പറ്റത്തില്ല. പറയുകയാണെങ്കിൽ ഈ റിവ്യൂസ് ഒക്കെ ഞാനും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ സിനിമയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കോക്ക് എന്ന് പറയുന്ന ഒരാളുടെ റിവ്യൂ ഇവന്റ്, അതായത് നെഗറ്റീവ് ആയിട്ട് ഇട്ടു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെയൊക്കെ പടത്തിന് എത്രയോ പടങ്ങളിൽ നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇടാനായിട്ട് കാരണം. അപ്പൊ പുള്ളിക്കൂടെ ഇഷ്ടപ്പെട്ടാണല്ല, അല്ലാതെ എന്താണ് കാരണം? പുള്ളിയുടെ റിവ്യൂലേക്ക് നമുക്ക് വരാട്ടോ. അവൻ തന്നെ പറഞ്ഞു, എന്റെ പൊന്നുഭായി എന്നോട് പറഞ്ഞതാണ്, എന്റെ പൊന്നുമായി ആ തിയേറ്ററിൽ ഇരിക്കുന്നവർ മുഴുവൻ ചിരിക്കുന്നുണ്ട്, എനിക്കിത് ചിരിക്കാൻ പറ്റുന്നില്ല എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിപ്പോ എന്താണ് പ്രശ്നം? അപ്പൊ ഞാൻ ഈ പുള്ളിയുടെ ഇന്റർവ്യൂകൾ കുറച്ച് പ്രാവശ്യം ഇത് എന്തിനാ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട്, ഞാൻ അവിടെ നാട്ടിൽ പാദയാത്രയ്ക്ക് ചെല്ലാറുള്ളൂ, ഞാൻ അവിടെ നാട്ടുകാരായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്ക് അവിടെ ഉള്ള നാട്ടുകാരായിട്ട് യാതൊരു പരിചയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെയുള്ള ഒരു സൊസൈറ്റിക്കുള്ളിൽ ജീവിക്കുന്ന പുള്ളിയുടെ ഒരു വേറിട്ടൊരു ലൈഫുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് എത്രത്തോളം കണക്ട് ആവണം എന്നില്ല. പക്ഷെ പുള്ളി ഇപ്പൊ ഈ ഒരു റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാനിത് സംസാരിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, ഞാനിപ്പോ അങ്ങനെ പറഞ്ഞാൽ എന്താ, ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഇപ്പൊ ഏതായാലും ഞാൻ പറയുന്നത് തന്നെയല്ലോ ശരി. ഇപ്പൊ ജനങ്ങളെല്ലാരും എന്നെ ഇപ്പൊ തിരിച്ചു തെറി പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് തന്നെ എന്താണെന്ന് വെച്ചാൽ എന്റെ റിവ്യൂ ചിലപ്പോൾ കണക്ട് ആവും, ചിലപ്പോൾ അപ്പൊ പുള്ളി തന്നെ പറയാണ് എന്റെ റിവ്യൂ ചിലപ്പോൾ കണക്ട് ആവാതെ ഇരിക്കുന്നുള്ളത്.
ചിലർക്ക് ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഈ ലെസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞതിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന്, ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ തിയേറ്ററിൽ ഇരുന്ന് എല്ലാവരും ചിരിക്കുന്നുണ്ട്. ആരാ? നമ്മുടെ കോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ചിരിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ചിരി വന്നില്ല എന്നൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അതിന് ഈ ലെസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നു, ഇങ്ങനത്തെ ഒരു സമൂഹത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ലാന്ന് ഇത് തന്നെ ഇവർ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. കുടുംബ പ്രേക്ഷകർക്കാണ് ഇത് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ളത്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കുന്നു 100% ആളുകൾക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയല്ല ഇത്. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് മാത്രമല്ലല്ലോ ശരി, ഇപ്പൊ ജനങ്ങളല്ലേ എന്നെ പഞ്ഞിക്കിടുന്നില്ലേ എന്ന് അശ്വന്ത് ഗോക്ക് ചോദിച്ചൊരു സാധനം. ഇതിനകത്ത് എനിക്ക് ബേസിക് ആയിട്ട് തോന്നുന്നത്, ബാഡ് ബോയ്സ് പടത്തിന്റെ ആ സമയത്ത് നമ്മുടെ ആറാട്ടെണ്ണം പറയുന്ന സാധനമുണ്ട്, ഞാൻ നെഗറ്റീവ് പറഞ്ഞ പടങ്ങളെല്ലാം ഇൻഡസ്ട്രി ഹിറ്റാണ്, പിന്നെ എന്നെ കൊണ്ട് എന്താണ് കുഴപ്പം, ആ ഒരു സാധനമാണ് എനിക്കിവിടെ ഫീൽ ആയത്. അശ്വന്ത് ഗോക്കിന്റെ ഇപ്പൊ എത്ര നല്ല പടം ഇറങ്ങിയാലും എത്ര മോശം പടം ഇറങ്ങിയാലും പുള്ളി നെഗറ്റീവേ പറയത്തുള്ളൂ. അതാണ് അതിന്റെ യാഥാർത്ഥ്യമായ സാധനം. എനിക്കൊന്ന് തുടരും മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു പുള്ളി ഇച്ചിരി പോസിറ്റീവായിട്ട് പറഞ്ഞാൽ തോന്നുന്നു. ബാക്കി ഏത് പടം ഇറങ്ങിയാലും പുള്ളി നെഗറ്റീവാണ് പറയുന്നത്. അതിന്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് പറയുമ്പോഴത്തേനും ആൾക്കാർ പോയി ചീത്ത വിളിക്കും, കമന്റുകളുടെ എണ്ണം കൂടും. കമന്റുകളുടെ എണ്ണം കൂടുമ്പോൾ ഈ വീഡിയോയ്ക്ക് കൂടുതൽ റീച്ച് ഉണ്ടാകും, വ്യൂവർഷിപ്പ് ഉണ്ടാകും, പുള്ളിക്ക് നല്ല ദമ്പടി കിട്ടും. ഇതായിരിക്കും കാര്യമെന്ന് നമുക്ക് തോന്നുന്നു. ഇനി കുറഞ്ഞ പക്ഷം പുള്ളി ഇങ്ങനെ റിവ്യൂ പറഞ്ഞ, അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോഴത്തേനും അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണം, അതിനകത്ത് ലോജിക്ക് നോക്കണം, അതിനെ കീറി മുറിക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളിക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. പുള്ളി എന്താ പറഞ്ഞെന്ന് നമുക്ക് കേൾക്കാം. പുള്ളി ഇതിനു വേണ്ടി എന്താ പറഞ്ഞെന്ന് അറിയണമല്ലോ. പ്രതീക്ഷിക്കൂലേ? സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേ മനസ്സിലായി ടിപ്പിക്കൽ ദിലീപേട്ടൻ ചിത്രം. അതായത് വിന്റേജ് സാധനം എല്ലാം പറയുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പാറ്റേൺ ഓഫ് ഫിലിംസ് ഉണ്ടല്ലോ, അതേപോലത്തെ പരിപാടി. പവി കെയർടേക്കർ ഇറങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിന്റെ ഡയറക്ടർ വിനീത് കുമാർ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ ക്യാരക്ടർ പവി അങ്ങനെ ആയിരുന്നില്ല, അത് ദിലീപേട്ടന് വേണ്ടി മോൾഡ് ചെയ്ത് പിന്നെ ആ സിനിമയുടെ മൊത്തം പരിപാടി മാറ്റിയതാണെന്ന്. അത് തന്നെയാണ് എനിക്ക് ഓരോ ദിലീപ് സിനിമകൾ കാണുമ്പോൾ തോന്നുന്നത്. ഞാൻ ഈ റിവ്യൂസ് ഒക്കെ വളരെയധികം കാണുന്ന ഒരാളാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ ഞാൻ സിനിമ കണ്ടതിന് ശേഷം മാത്രമേ കാണത്തുള്ളൂ. കാരണം പുള്ളി ആ പടത്തിനകത്തുള്ള അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ട്വിസ്റ്റുകളൊക്കെ പുള്ളി എടുത്ത് പുറത്തിടും. അതുകൊണ്ട് ഞാൻ പുള്ളിയുടെ റിവ്യൂസ് കാണാറില്ല. രണ്ടാമത്തെ കാര്യം, പുള്ളിയുടെ റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ കാണാനുള്ള നമ്മുടെ ഒരു ഇഷ്ടത്തെ പുള്ളി തള്ളിക്കെടുത്തും. അതേസമയം ഞാൻ കാണുന്നത് സീക്രട്ട് ഏജന്റ്, കോൾ മീ ഷസാം പോലുള്ള ആളുകളുടെ റിവ്യൂസ് ആണ്. ലൈഫ് ഓഫ് അനന്ത് വിടുന്ന റിവ്യൂസ് എല്ലാം കാണാറുണ്ട്. ഇവരുടെ റിവ്യൂസ് ഒരുമാതിരിയൊക്കെ കണക്ട് ആവും. സീക്രട്ട് ഏജന്റ് നല്ലതെന്ന് പറയുന്ന പടങ്ങളൊന്നും എനിക്ക് പൊതുവെ ഇഷ്ടപ്പെടാറില്ല. പുള്ളിക്ക് ഇഷ്ടപ്പെടാത്ത പടങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അത് ആസ്വാദന ശേഷിയുടെ ഡിഫറൻസ് ആണ്. ലൈഫ് ഓഫ് അനന്തിന് ഇഷ്ടപ്പെടുന്ന പടങ്ങളൊക്കെ ഒരുമാതിരി എനിക്ക് ഇഷ്ടപ്പെടാറുമുണ്ട്. അപ്പം ഞാൻ അത് കണ്ട് ഇഷ്ടപ്പെട്ടു, ഓക്കെ, പുള്ളി നല്ലതെന്ന് പറഞ്ഞ് അപ്പം നമുക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കും. എന്ന് പറഞ്ഞ് പുള്ളിയുടെ അഭിപ്രായം എടുത്ത് തലക്കത്ത് വെച്ചുകൊണ്ട് പോകുന്നു എന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ഈ അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ കാണുമ്പോഴത്തേനും പുള്ളി ഒരു തരത്തിൽ റിവ്യൂ ബോംബിങ് തന്നെയാണ്. ഒരു സിനിമ ഇറങ്ങുന്നു, പുള്ളി വന്ന് റിവ്യൂ പറയുന്നു, മാന്യമായ രീതിയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാം. ആ പടത്തിന്റെ ആസ്വാദനത്തിനെ മറ്റൊരാളെ നശിപ്പിക്കാത്ത രീതിയിൽ പുള്ളിയുടെ അഭിപ്രായങ്ങൾ പറയാം. പുള്ളി വന്ന് ആ പടത്തിലെ ട്വിസ്റ്റുകളും സർപ്രൈസ് എലമെന്റ്സും അതിനകത്ത് സീൻ ബൈ സീനും കോമഡികളും എല്ലാം പറഞ്ഞിട്ട് പൊളിക്കുന്നൊരു സിറ്റുവേഷനാണ് പുള്ളിയുടെ വീഡിയോ പോകുന്നത്. പുള്ളിയുടെ വീഡിയോയിൽ പുള്ളി കൂടുതലും, അതായത് നെഗറ്റീവിന് കൂടുതൽ പ്രഷർ കൊടുത്തിട്ടാണ് സംസാരിക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. പുള്ളി പറയുന്ന ബാക്കിയും കൂടെ കേൾക്കാം. ഇതിനകത്ത് ഈ പറയുന്ന ട്വിസ്റ്റും കുന്തവും കുറച്ചൊക്കെ ഒന്നും ഇല്ലാത്ത മാന്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അങ്ങനെ ഇടുന്ന കോമഡികൾ എനിക്ക് പേഴ്സണലി ഞാൻ പറയാം, തിയേറ്ററിൽ ആളുകൾ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അവരെന്തിനാണ് ചിരിക്കുന്നത്? അവരുടെ സെൻസിബിലിറ്റിക്ക് പറ്റിയ കോമഡി ആയിരിക്കും. എനിക്ക് പേഴ്സണലി ഇത്തരം കോമഡികൾ കാണുമ്പോൾ ശരി വരാറില്ല. ഭയങ്കര ക്രിഞ്ചായിട്ട് തൊലി ഉരിയുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. ജോണി ആന്റണി ഈ പറയുന്ന സാധനം തന്നെയാണ് ലെസ്റ്റിൻ സ്റ്റീഫനോട് ഇദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ് തിയേറ്ററിൽ എല്ലാവരും ചിരിക്കുന്നുണ്ട്, എനിക്ക് ചിരി വരുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ആസ്വാദന ശേഷി ഒരുപക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. കാരണം നമ്മളൊരു സിനിമ കാണുമ്പോഴത്തേനും സിനിമ ആസ്വദിക്കണം, ഇത് എൻജോയ് ചെയ്യണം എന്ന മൂഡിലായിരിക്കും നമ്മൾ സിനിമ കാണുന്നത്. പക്ഷേ ഇദ്ദേഹം സിനിമ കാണുന്നത് ഇതിനകത്ത് ഒരു ചെറിയ പെശക് വന്നു കഴിഞ്ഞാൽ അപ്പം പിടിച്ചോണം, അത് സ്പോട്ടിൽ നമ്മൾ പെശക് നോട്ട് ചെയ്യണം, ആ തരത്തിലായിരിക്കും കാണുന്നത്. സോ ഇദ്ദേഹത്തിന് ആസ്വാദനത്തിനേക്കാൾ ഉപരി ഈ റിവ്യൂ ചെയ്യുക എന്നൊരു സാധനത്തിലായിരിക്കും ഇദ്ദേഹം കാണുന്നത്. അതുകൊണ്ടാവും ഇദ്ദേഹത്തിന്റെ വീഡിയോസ് അല്ലെങ്കിൽ ഇദ്ദേഹം കാണുന്ന പല സിനിമകളും ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തത്. ഇനി ഇദ്ദേഹം മാത്രമാണോ നമുക്ക് ഈ നെഗറ്റീവ് എന്നൊരു അഭിപ്രായം പറഞ്ഞത്? ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടു. ഇതിനകത്ത് കുറേ ആളുകൾ നല്ലതെന്ന് പറയുന്നുണ്ടായിരുന്നു, കുറേ ആളുകൾ മോശമെന്നും പറയുന്നുണ്ടായിരുന്നു. സീക്രട്ട് ഏജന്റ് പറഞ്ഞ് നമുക്കൊന്ന് കേട്ടോക്കാം. സീക്രട്ട് ഏജന്റ് കാണിച്ചു കൂട്ടണമെന്നുള്ളൊരു ഫീലാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എവിടെ ഒന്നും വർക്ക് ആവുന്നില്ല. നമുക്ക് ഫസ്റ്റ് ഹാഫ് വരെ കണക്ട് ആവണ പോലെ ഒരു സിനിമ കാണുന്ന ഫീൽ കിട്ടാതെ ഫസ്റ്റ് ഹാഫിന്റെ ലാസ്റ്റത്തെ ഒരു 10 മിനിറ്റ് ഓക്കെയാണ്. 10-15 മിനിറ്റ് തുടങ്ങി കുറച്ച് മേജർ പോർഷൻ ഒരു തപ്പി തടയലായിരുന്നു. എന്താ ഏതാ കണക്ട് ആവാത്ത, അതായത് ഒന്നും വർക്ക് ആവണില്ല. കോമഡി പറഞ്ഞതാണെങ്കിലും സെന്റിമെന്റ്സ് ആണെന്നുണ്ടെങ്കിലും അതിൽ കാണിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ക്യാരക്ടർ, അതായത് ദിലീപ് എന്ന് പറഞ്ഞ കല്യാണം കഴിക്കാൻ നടക്കുന്ന കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഫാമിലി മാൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന് ഇവർ വെച്ചിട്ടുള്ള ഒരു ആർക്ക് ഫസ്റ്റ് ഹാഫിൽ ഒരു മേജർ പോർഷനും വർക്കായില്ല എനിക്ക് പേഴ്സണലി.
ജിത്ത് വായിക്കുമ്പോൾ പോയല്ലോ. എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഇവര് പ്രത്യേകം പറയണ്ടായിരുന്നു ദിലീപേട്ടന് നമ്മൾ എന്താണോ പറഞ്ഞു അതുപോലെയാണ് ദിലീപേട്ടനെ ചെയ്തിരിക്കും. ദിലീപേട്ടൻ ഒന്നും കൂടെ അഴിഞ്ഞാടാൻ വിട്ടുകൊടുത്താൽ ചിലപ്പോൾ അവിടെ ഒന്നും കൂടെ കസർത്തി ഉണ്ടാവും. അവിടെ ഇങ്ങനെ മൊത്തം ഈ പുള്ളിക്കാരൻ ഈ സിനിമയുടെ നെഗറ്റീവും പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവും പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് പറഞ്ഞ ഭാഗമാണ് നമ്മൾ കാണിച്ചത്. നെഗറ്റീവ് പറഞ്ഞ ഭാഗം നമ്മൾ കാണിക്കാനുള്ള കാരണം ഇതേ ഒപ്പീനിയൻ തന്നെയാണ് അശ്വന്ത് ഗോക്കും പറഞ്ഞത്. പക്ഷേ സീക്രട്ട് ഏജന്റ് ഇച്ചിരൂടെ ലൈറ്ററാക്കി അതിന്റെ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു, പറയേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഹൈഡ് ചെയ്ത് കുറച്ചും കൂടെ ലൈറ്ററാക്കി ആ സിനിമയുടെ ആസ്വാദനത്തെ ഒരു തട്ടുണ്ടാകാത്ത രീതിയിൽ പറഞ്ഞു. പക്ഷെ അശ്വന്ത് ഗോക്ക് ഞാൻ ആ സിനിമ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇനി അത് ഒരു നാറിയും കാണലും ഒരു തെണ്ടിക്കോ പടം ഇഷ്ടപ്പെടില്ല, ആ ഒരു രീതിയിലാണ് അശ്വന്ത് ഗോക്ക് പറഞ്ഞിട്ട് നമുക്ക് തോന്നുന്നത്. ഇനി അശ്വന്ത് ഗോക്കും സീക്രട്ട് ഏജന്റ് അവിടെ കിട്ടെ കോൾ മീ ഷസാം പറഞ്ഞത് നമുക്കൊന്ന് കേട്ട് നോക്കാം. എല്ലാത്തിൻ്റെ റിവ്യൂ കേട്ട് എനിക്ക് വട്ടാവുമെന്തോ. ഒരു രീതിയിലും എവിടെയൊക്കെയോ റിസർച്ച് ചെയ്യാതെ എന്തൊക്കെയോ എന്തോ ഒരു സാധനം പറയണമുണ്ടായിരുന്നു, കുറെ പേരെയൊക്കെ കൊട്ടു കൊടുക്കണമെന്നുള്ള രീതിയിൽ എടുത്തൊരു സിനിമയായിട്ടാണ് എനിക്ക് ഈ പടം ഫീൽ ചെയ്തത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു പടം ഞാൻ പറയാം, എനിക്ക് അവിടെ ഇവിടെയായിട്ടൊക്കെ ചെറിയ കുറച്ച് ചിരി സമ്മാനിച്ച, എന്നാൽ യാതൊരു രീതിയിലും ക്യാരക്ടേഴ്സ് പോലും, ഞാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് പോലും ഇന്ന ക്യാരക്ടറിനെ എനിക്ക് അറിയാം, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് പോലും ഫീൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു റിലേറ്റബിൾ ഫാക്ടർ ഇല്ലാത്തൊരു ഫിലിമായിട്ടാണ് എനിക്ക് സിനിമ തോന്നിയത്. അതായത് പുള്ളിയുടെ ഒരു ആവറേജ് അഭിപ്രായം എടുത്ത് നോക്കിയാലും പടം വലിയ രീതിയിൽ വർക്കായില്ല. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസിനിട്ട് കൊട്ടാനായിട്ടൊരു പടം. ഈ കൊട്ടുകൊണ്ടായിരിക്കണം കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സിന് ഇത് നെഗറ്റീവായിട്ട് തന്നെ ഫീൽ ചെയ്തത്. ഞാനൊരു മേഖലയിൽ നിൽക്കുന്നു, എൻ്റെ മേഖലയെ കുറ്റം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് പൊള്ളും. അങ്ങനെ ഒരു പൊള്ളലായിരിക്കാം ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. ഏതായാലും ഷസാമും ഈ പടം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ നമുക്ക് വരാം. ഇനി നമുക്ക് ഉണ്ണി വ്ളോഗ്സിൻ്റെയും കൂടെ കാണാം. ഉണ്ണി വ്ളോഗ്സിൻ്റെയും പൊതുവെ റിവ്യൂസ് ഒന്നും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. കാരണം പുള്ളി ലൈറ്ററായിട്ട് വന്നിട്ട് പറയുന്നെങ്കിലും പുള്ളി മോശം എന്ന് പറയുന്ന പടങ്ങളൊക്കെ ഇഷ്ടപ്പെടാറുണ്ട്. പുള്ളി നല്ലതെന്ന് പറയുന്ന പടങ്ങളിൽ മെജോറിറ്റിയും ഇഷ്ടപ്പെടാറില്ല. അപ്പൊ പുള്ളി ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കൊന്ന് കേട്ടോക്കാം. ഒരു മന്ത്രി മാധ്യമങ്ങളെ കാണുന്ന സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ഓൺലൈൻ മീഡിയയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലൂടെ ന്യൂസ് കണ്ടന്റ് ഒക്കെ പറയുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവർ അങ്ങോട്ട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അവരുടെ വായടപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ. ആക്ച്വലി അങ്ങനെയൊന്നും വായടഞ്ഞു പോകുന്നില്ല, അതിനെ തിരിച്ച് പറയാൻ മറുപടികളുണ്ട്. പക്ഷേ ഓൺലൈൻ മീഡിയ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ പരസ്പരം ഒരുപാട് കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള വാഗ്വാദങ്ങളൊക്കെ ആയിട്ട് സിനിമ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഈ യൂട്യൂബിനെ കുറിച്ചോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വിപ്ലവത്തെക്കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലാത്ത ആളുകൾക്ക് ശരിയാ എന്ന് തോന്നുമായിരിക്കും. പക്ഷേ കൃത്യമായ ഒരു പോയിന്റിലേക്കോ കൃത്യമായ ഒരു സൈഡിലേക്കോ പോകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്ന കുറച്ച് ആർഗ്യുമെന്റ്സ് ആണ്. പ്രകടനങ്ങളെ കുറിച്ച് പറയുമ്പോഴും അത്യാവശ്യം എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും അവർക്ക് കിട്ടിയിട്ടുള്ള വേഷങ്ങളെ നല്ല രീതിയിൽ അതിൻ്റെ ഒരു കൃത്യമായ സ്കെയിൽ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോയി. പുള്ളി അത്യാവശ്യം നല്ലതും പറയുന്നുണ്ട്, നെഗറ്റീവും പറയുന്നുണ്ട്. ഇതിനകത്ത് ബേസിക് ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് യൂട്യൂബിൽ നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നിൽക്കുന്ന സോഷ്യൽ മീഡിയ ഓൺലൈൻ ചാനൽസിനെയൊക്കെ അത്യാവശ്യം പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് സിനിമ എന്ന മാധ്യമത്തിലേക്ക് ലീഡ് ചെയ്യുന്നൊരു സാധനം ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഉപകരണങ്ങളാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചാനൽസ് ആണ്. അപ്പോൾ അവരെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ അവർ നെഗറ്റീവ് പറയും. നെഗറ്റീവ് പറയുമ്പോഴത്തേനും നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ അഫക്റ്റ് ഉള്ള സാധനമുണ്ട്. നെഗറ്റീവ് പബ്ലിസിറ്റി കൂടുതൽ ആളുകളിലേക്ക് എത്തുമെങ്കിൽ പോലും സിനിമ കാണണോ, ഞങ്ങൾ മോശമായിരിക്കും എന്നൊരു ചിന്താഗതി ഉണ്ടാവും. സോ ഇപ്പോൾ വരുന്ന കൂടുതൽ സിനിമകളും ഈ പറയുന്ന യൂട്യൂബേഴ്സിനെ ഓൺലൈൻ മീഡിയാസിനെ ഒക്കെ അടച്ചാക്ഷേപിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ നെഗറ്റീവായിട്ട് വരും എന്നുള്ള കാര്യം ഒന്ന് ബോധത്തിൽ ചിന്തിക്കുക. ഉണ്ണി വ്ളോഗ്സ് പറയുന്ന ബാക്കിയേക്കാം. ഒരു സുഖമുള്ള രീതിയിലാണ് അതിൻ്റെ വിഷ്വൽസ് പോകുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും സൗണ്ടിങ് ആണെങ്കിലും ഒക്കെ വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. എൻ്റെ മെയിൻ പ്രശ്നം എനിക്ക് വർക്കായ ഹ്യൂമർ ഒന്നും തന്നെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പഴയ സിനിമയിൽ തന്നെ പറയുന്ന പോലെ പഴയ പരിപാടികൾ തന്നെ വീണ്ടും കാണിക്കുന്നു. ഇമോഷണൽ കണക്ട് എവിടെയും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ പുതുതലമുറ ആളുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കൺസെപ്റ്റുകൾ, അതിൻ്റെയൊക്കെ കുറേ എഫക്റ്റുകൾ നമുക്ക് കഥാപാത്രങ്ങൾ അവരുടെ മേക്കപ്പിൽ ഒക്കെ കാണാനുണ്ട്. ഈ ഉണ്ണി വ്ളോഗ്സും പുള്ളിക്ക് അത് കണക്ട് ആയിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനൊക്കെയോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ എന്ന രീതിയിൽ തന്നെയാണ് പുള്ളി സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ നെഗറ്റീവ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒത്തിരി പോസിറ്റീവ് ഉണ്ട്. നിങ്ങൾ ഇത് കേട്ടിട്ട് പടം കൊള്ളൂലെന്ന് ചിന്തിക്കില്ല, ഒത്തിരി പോസിറ്റീവ് ഉണ്ട്. ഇനി എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ദേവ് ഡി കോട്സ്, പുള്ളിക്കാരൻ ഈ സിനിമ കണ്ടിട്ട് പുള്ളിക്കാരൻ ഇത് ഭയങ്കരമായിട്ടും കണക്ട് ആയി. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഫാമിലിയായിട്ട് അത്യാവശ്യം അറ്റാച്ച്ഡ് ഒക്കെ ഉള്ള ആളാണെന്ന് നമുക്ക് വെക്കാം. എന്നിട്ട് പുള്ളി പറയുന്ന റിവ്യൂ നമുക്കൊന്ന് കേട്ട് നോക്കാം. അതും ഒത്തിരി ഒന്നും കാണിക്കുന്നില്ല, കുറച്ച് ഭാഗം കാണിക്കാം. തുടക്കത്തില് സിനിമയുടെ തുടക്കം ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ പവി കെയർടേക്കർ ആണോ ഇത്, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സിനിമയാണോ, അതുപോലെ ലൈഫ് ഓഫ് ജോസ് ഊട്ടി, ഇതുപോലത്തെ സിനിമകളുമായിട്ടൊരു സാമ്യത എനിക്ക് ഫീൽ ചെയ്തു തുടക്കത്തിൽ. ഇതാണ് ഈ സിനിമയെ പലർക്കും ആസ്വാദനത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. അതായത് ദിലീപിൻ്റെ സമീപകാലങ്ങളിൽ ഇറങ്ങിയ കുറേ പടങ്ങൾ അട്ടർ ഫ്ലോപ്പാണ്. അപ്പോൾ ആ ഒരു പടവുമായിട്ടുള്ള അങ്ങനെ ഒരു മുൻവിധിയോടെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിലൊരു മുൻവിധിയോടെ കാണുമ്പോഴത്തേനും അവർക്ക് ആ പടം ഇഷ്ടപ്പെടാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. എല്ലാവരും അങ്ങനെയല്ല, അങ്ങനെയുള്ള സാധ്യതകളും ഉണ്ട്. നമ്മളായാലും ചിന്തിക്കത്തില്ലേ ദിലീപിൻ്റെ പടത്തിന് പോകണോ, കഴിഞ്ഞ എല്ലാം ഫ്ലോപ്പാന്ന് ചിന്തിക്കത്തില്ലേ. അപ്പോൾ അങ്ങനെ ഒരു മുൻവിധിയോടെ നമ്മൾ കാണുമ്പോഴത്തേനും പല തമാശകളും നമുക്ക് ചിരി വന്നില്ലെന്നുണ്ടാവും. ബേസിക്കലി ഈ പറയുന്ന റിവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ പല ചിന്തകളും അവരുടെ മൈൻഡിൽ കൂടെ ഓടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒന്ന് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും, അതിപ്പോൾ ദിലീപേട്ടൻ ആയിക്കോട്ടെ, സിദ്ദിഖ ആയിക്കോട്ടെ, നമ്മുടെ ബിന്ദു ചേച്ചി ആയിക്കോട്ടെ, ബിന്ദു പണിക്കർ, ബിന്ദു ചേച്ചി ആയിക്കോട്ടെ, മഞ്ജുപിള്ളി ആയിക്കോട്ടെ, ഇങ്ങനെ എഴുതി വെക്കാനാണെങ്കിൽ ഓരോ കഥാപാത്രങ്ങളും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഒരുപാട് നല്ല ചിരിക്കുന്ന മൊമെന്റ്സ് ഉണ്ടായിരുന്നു.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സാധാരണക്കാരാണ്, അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോകുന്നത് കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു എന്നെ സംബന്ധിച്ച് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് എത്തുന്നതിന് അടുപ്പിച്ച് തന്നെ നായികയുടെ എൻട്രിയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പുള്ളിക്കാരന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത്. തിയേറ്ററിൽ പോയി അത്യാവശ്യം ആസ്വദിച്ച് കാണാൻ പറ്റിയൊരു സിനിമയാണ്, അത്യാവശ്യം നർമ്മങ്ങൾ പുള്ളിക്ക് സമ്മാനിച്ചൊരു സിനിമയാണ്, കുടുംബമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണെന്ന് പുള്ളി പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് നേരിടുന്ന പ്രശ്നമാണെന്നുള്ള രീതിയിൽ പുള്ളി സൂചിപ്പിക്കുന്നുണ്ട് പുള്ളിയുടെ വീഡിയോയ്ക്ക്. അതായത് ഇവരെന്തുകൊണ്ട് നെഗറ്റീവ് പറയാനുള്ള കാരണം നമുക്ക് പിടികിട്ടി എന്നൊക്കെ ഉള്ള സാധ്യതയും പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരുടെയൊക്കെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വ്യൂസ് ആണ്. വ്യൂസ് ഉണ്ടെങ്കിൽ ദമ്പടി കിട്ടത്തുള്ളൂ. ദമ്പടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വന്നിരുന്നിട്ട് നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ, സൂപ്പർ സിനിമ എന്ന് പറയുന്നതിനകത്തും ഇതുപോലെ നശിച്ചൊരു സിനിമയില്ല, ആ സിനിമയ്ക്കകത്ത് എന്ത് തേങ്ങയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. ഈ രണ്ടാമത് പറയുന്ന സാധനങ്ങൾക്കാണ് കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുക. അതിനുള്ള ഒരു ലൈവ് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണിച്ചതിനകത്ത് വളരെ ലൈറ്ററായിട്ട് പറഞ്ഞ ഒരാളാണ് നമ്മുടെ ഉണ്ണി വ്ളോഗ്സിന് കിട്ടിയത് 136K വ്യൂസ്, നമ്മുടെ സീക്രട്ട് ഏജന്റിന് കിട്ടിയത് 241K വ്യൂസ്. ഇനി നമ്മുടെ അശ്വന്ത് വോക്കിന് പറയുകയാണെങ്കിൽ 495K വ്യൂസ്. കാരണം എല്ലാവർക്കും അറിയാം പുള്ളി ഇന്ന് അപരാധിക്കാനാണ് പോകുന്നതെന്ന്. പക്ഷെ പുള്ളിയുടെ വീഡിയോ കാണാൻ ആളുണ്ട്, പുള്ളിയുടെ അപരാധം കേൾക്കാൻ ആളുണ്ട്. പുള്ളി തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പുള്ളിയുടെ റിവ്യൂ കേട്ടിട്ട് ആരെങ്കിലുമൊക്കെ സിനിമയ്ക്ക് പോകാതിരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. നമ്മളൊരു സിനിമ കാണുമ്പോൾ, ഒരു ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കാണണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഒരുത്തൻ്റെ വാക്ക് കേൾക്കാതെ പോയി കാണുക. റിവ്യൂസ് കാണുന്നത് നല്ലതാണ്, നമുക്കറിയാൻ പറ്റുക സിനിമ എങ്ങനെയുണ്ട്, നമ്മുടെ കാശ് പോവോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. പക്ഷേ ആ ഒരു കാര്യം കൊണ്ട് മാത്രം നിങ്ങളൊരു സിനിമയെ വിലയിരുത്താൻ പാടില്ല. നിങ്ങൾക്ക് കാണണമെന്ന് താല്പര്യമുള്ളൊരു സിനിമയാണെങ്കിൽ നല്ലതാണേലും പന്നലാണേലും പോയി കാണാം. നിങ്ങൾക്ക് കാണണ്ടെന്നാണെങ്കിൽ നല്ലതാണേലും ചീത്തയാണേലും പോയി കാണാതിരിക്കുക. ഇതാണ് ഇതിനകത്ത് ബേസിക് സംഭവം എന്ന് പറയുന്നത്. വ്യൂസിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഇത്തരത്തിലുള്ള വീഡിയോസ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഞാനും വ്യൂസിന് വേണ്ടി തന്നെയാണ് വീഡിയോ ഉണ്ടാക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എങ്ങനെ പറഞ്ഞാലാണ് ഹിറ്റ് ചെയ്യുക എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരത് ചെയ്യുന്നത്. ഇപ്പം ഞാനും വന്നിട്ട് ഈ റിവ്യൂ ചെയ്തപ്പോൾ ഇവന്മാർ എന്ത് തേങ്ങക്കൊള്ള റിവ്യൂ ചെയ്ത് വെച്ചേക്കുന്നത്, ഇവന്മാർക്ക് മര്യാദയ്ക്കുള്ള റിവ്യൂ ഉണ്ടാക്കാൻ അറിയത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ ആള് കാണാനുണ്ടായേക്കും. അത് നമ്മൾ കുറച്ചും കൂടെ ലൈറ്ററാക്കി പറയുമ്പോഴത്തേനും കാണാനുള്ള ആളുടെ എണ്ണം കുറയും. ഈ പടം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പോയി കാണുക, നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പോയി കാണാതിരിക്കുക. ഈ പറയുന്ന റിവ്യൂസിലൊന്നും ഇൻഫ്ലുവൻസ്ഡ് ആകാതിരിക്കുക. പല റിവ്യൂസും പല യൂട്യൂബേഴ്സും പല കൂട്ടുകാരും പല നാട്ടുകാരും പലതും പറയും. നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിക്കുക. നിങ്ങൾക്കൊരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക, നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കാണാതിരിക്കുക. ഇമ്മമാർ പറയുന്നതിലൊന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കുക. അത് കേൾക്കുക, നിങ്ങൾക്കത് പോണം വേണ്ട എന്നുള്ള തീരുമാനം എടുക്കുക. അല്ലെങ്കിൽ അത് ഇൻഫ്ലുവൻസ്ഡ് ആയ ഒരു മുൻവിധിയോടെ കാണാതിരിക്കുക. സിനിമ എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് ആണ്. അതിന് ആ ഒരു മേഖലയിൽ തന്നെയാണ്. ഈ അശ്വന്ത് വോക്കിന്റെ കിളി മാറിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളിക്ക് ഇപ്പം നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അതായത് സുഖസുന്ദരമായിട്ടൊരു സാധനം കൊടുത്താലും അയ്യേ കൊള്ളൂല എന്ന് പറയുന്നൊരു മൈൻഡിലേക്ക് പുള്ളി മാറിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്താൻ വേണ്ടി